പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ തമ്പുരാന്റെ സന്നിധിയിലെ താഴ്മയോടെ അടച്ചുകൊണ്ട് ഇന്ന് എഫാത്തായുടെ ശുശ്രൂഷ വഴി ലോകം മുഴുവനും എഫാത്തായെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്കളും അനുഗ്രഹം പ്രാപിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടി ലോകമാസകരമുള്ള സകല വ്യക്തികളെയും യേശുവിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ പാപികളുടെയും മാനസാന്തരത്തെ ഭാവനയിൽ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് ഇപ്രകാരം ശ്ലീഹ പറയുന്നുണ്ട്: അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. അങ്ങനെ ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സുസ്ഥാപിതമാക്കി. യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും പുനരുത്ഥാനവും കണ്ടുകൊണ്ട് രക്ഷകനായ ക്രിസ്തുവിന്റെ രക്ഷാകരമായ ദൗത്യങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ കണ്ടുകൊണ്ട് ശ്ലീഹ നമ്മളോട് പറയുകയാണ്, അവൻ ശത്രുതയുടെ മതിലുകളെ തകർത്തു. ശത്രുതയുടെ മതില് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ചിന്തിച്ചാല് ഉത്തരം കിട്ടാത്തതും കിട്ടുന്നതുമായ പല ആശയങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശത്രുതയുടെ മതില് എന്ന് പറയുമ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യന്റെ, ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന മനുഷ്യന്റെ പാപങ്ങളെ ശത്രു പെറുക്കിയെടുത്ത് വലിയ വൻ മതിലായി ദൈവത്തിനും മനുഷ്യനും ഇടയിൽ സൃഷ്ടിക്കുക. ഇങ്ങനെ ചൈനയിലെ വൻമതിൽ പോലെ ഒരു വലിയ മതില് മനുഷ്യനും ദൈവത്തിനും ഇടയിൽ സൃഷ്ടിച്ചുകൊണ്ട് ഏതാണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നത് പോലെ അവന്റെ സർവ്വസ്വാതന്ത്ര്യവും ദൈവമക്കളുടെ സർവ്വസ്വാതന്ത്ര്യവും അവൻ തടഞ്ഞുകൊണ്ട് ഈ വ്യക്തിയെ, ഈ ശത്രു കാരാഗ്രഹത്തിൽ ആക്കുകയാണ്. ഇങ്ങനെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ട് പാപത്തിന്റെ ബന്ധനത്തില് ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളില് കിടക്കുന്ന വ്യക്തി അവന് ദൈവീകമായ സ്വരം ശ്രവിക്കുന്നതിനോ ദൈവത്തിന്റെ മുഖം ദർശിക്കുന്നതിനോ ആവാത്തവണ്ണം അവനെ ബന്ധനത്തിലാക്കിയിരിക്കുക. ഇങ്ങനെ ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തിക്ക് വേണ്ടി ആ ശത്രുതയുടെ മതിലുകളെ തകർക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം വഴി അവൻ ശത്രുതയുടെ മതിലുകളെ തകർക്കുകയാണ്. അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ശത്രുവിന്റെ കെണിയിൽ അകപ്പെട്ടു പോയ ഓരോ മനുഷ്യരെയും ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ദൈവം രക്ഷപ്പെടുത്തുക, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മള് പാപത്തിന്റെ ഈ അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖം കാണുവാൻ പറ്റാത്തവണ്ണം നമ്മളെ ഇരുട്ടറയില് ശത്രു വിലങ്ങ് വെച്ച് പാർപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങൾക്കും ദൈവത്തിനുമിടയില് ഒരു വലിയ വിള്ളലുണ്ടാക്കിയിരിക്കുന്നു.
നിങ്ങളുടെ പാപം നിമിത്തം അവിടുത്തെ മുഖം ദർശിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല, സാധിക്കുന്നില്ല. അത് നിങ്ങളുടെ അകൃത്യങ്ങളാണ്, നിങ്ങളുടെ പാപങ്ങളാണ്. ഈ പാപത്തിന്റെ ഇരുട്ടുമറയില് വസിക്കുന്ന ഓരോ വ്യക്തിക്കും വലിയ സ്വാതന്ത്ര്യം കൊടുക്കുന്നവനാണ് കർത്താവായ യേശു. പ്രിയമുള്ള സഹോദരങ്ങളെ, പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാല് ഏതാണ്ട് ഇതുപോലെ മനുഷ്യ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദൈവത്തിനും മനുഷ്യനും ഇടയില് മധ്യസ്ഥനായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. മറ്റാരുമല്ല, ശക്തനായ മോശയാണ്. ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോശയിലൂടെ ദൈവം ചെങ്കടൽ കടത്തി കൊണ്ടുവരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഇപ്രകാരമാണ്: യുദ്ധത്തിന് സജ്ജരായ 6 ലക്ഷം യുവാക്കന്മാരെ മോശ എണ്ണിയിട്ടുണ്ട്. ഒരുപക്ഷെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വൃദ്ധരുടെയും കണക്ക് ഇവിടെ പറയുന്നില്ല. യുദ്ധ സജ്ജരായ 6 ലക്ഷം മനുഷ്യര്. ഈ 6 ലക്ഷം യുവാക്കന്മാരുടെ കണക്ക് പറയുമ്പോൾ ഇതിലേക്ക് എത്രയോ മടങ്ങായിരിക്കും കുട്ടികളും വൃദ്ധന്മാരും സ്ത്രീകളും. ഈ വലിയ ജനാവലിയെ ചെങ്കടൽ കടത്തി മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തമായ കരങ്ങള് ഇസ്രായേൽ മക്കളുടെ ശിരസിന് മുകളിൽ എപ്പോഴും നിലകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഞാനെ ചിന്തിച്ചു പോയിട്ടുള്ളൊരു കാര്യമാണ്, ഈ ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ഒരു നേരം ആഹാരം കൊടുക്കണമെങ്കിൽ എത്ര ടൺ ഭക്ഷണം വേണം? നമുക്കറിയാം, നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ 1000-ഓ 2000-ഓ ആൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് നമ്മൾ സഹിക്കുന്ന പെടാപ്പാട് വളരെ വലുതാ. അപ്പോ 6 ലക്ഷം യുവാക്കന്മാർക്കും അതിനേക്കാൾ 3 ഇരട്ടി വരുന്ന ഇസ്രായേൽ ജനങ്ങൾക്കും ഒരു നേരം മരുഭൂമിയിൽ ഭക്ഷണം കൊടുക്കണമെങ്കിൽ മനുഷ്യബുദ്ധിക്ക്, മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമായ കാര്യങ്ങളാണ് ദൈവം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തു വെക്കുന്നത്. ഒരു നേരമല്ല, 4 നേരമല്ല, ഒരു വർഷമല്ല, 40 വർഷക്കാലം ഇതുപോലെ കൊക്കറ്റം ഭക്ഷണമാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. വിസ്തരത്തിൽ പറയുന്നുണ്ട്, അവർക്ക് ഓക്കാനം വരുവോളം ആഹാരം അവർ കഴിച്ചിരുന്നു എന്നാ വിസ്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ മരുഭൂമിയിൽ 40 വർഷക്കാലം ദൈവം ഇസ്രായേൽ മക്കളോട് കൂടെ വസിച്ചുകൊണ്ട് രാത്രിയില് അഗ്നിസ്തംഭമായും പകൽ മക്കൾക്ക് വെയില് അടിക്കാതിരിക്കാൻ മേഘസ്തംഭമായും അവരുടെ കൂടെ നടന്ന ദൈവത്തെ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ട്, പാപം ചെയ്തുകൊണ്ട്, ദൈവത്തിന്റെ പ്രവാചകനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പാപത്തിൽ മുഴുകി ജീവിച്ച മക്കളെ പലപ്പോഴും നശിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരുമ്പെട്ടിട്ടുണ്ട്, മോശയുമായി കൂടിയാലോചിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ മോശ പറയും, ദൈവമേ ക്ഷമിക്കണമേ, നീ അബ്രാഹത്തെ ഓർക്കണം, നീ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഓർക്കണം, ഇസഹാക്കിനെ ഓർക്കണം, യാക്കോബിനെ ഓർക്കണം, ഈ മക്കളെയൊക്കെ ഓർത്ത് നീ ഈ ജനത്തെ ശിക്ഷിക്കരുതേ. മാത്രമല്ല, ഈജിപ്തിലുള്ള ജനങ്ങൾ പറയും, ഈജിപ്തിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽക്കാര് അവരെ അവൻ മരുഭൂമിയിലിട്ട് പീഡിപ്പിച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് ഈജിപ്തിലുള്ള ജനങ്ങൾ പറയും. അതിനാൽ ദൈവമേ, നീ അവരെ ശിക്ഷിക്കരുതേ എന്ന് പറയുമ്പോഴൊക്കെ ദൈവം മോശയെ ഓർത്ത്, മധ്യസ്ഥനെ ഓർത്ത്, ഇരുകൂട്ടരെയും രമ്യപ്പെടുത്തുന്ന മധ്യസ്ഥനെ ഓർത്ത് ദൈവം എല്ലാം മക്കളോട് ക്ഷമിക്കുക. അതാണ് അവൻ നമ്മുടെ സമാധാനമാണെന്ന് ശ്ലീഹ പറയുന്നത്.
അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരുടെയും സ്ഥാനത്തൊരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അവൻ സമാധാനം സുസ്ഥാപിതമാക്കി. പ്രിയമുള്ള സഹോദരങ്ങളെയും, ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത്, സുഖമായി ജീവിക്കുന്ന സമയത്ത് മോശയെ ദൈവം സീനായി മലയിലേക്ക് വിളിക്കുക. സീനായി മലയിലേക്ക് കയറി പോയ മോശയെ കണ്ടുകൊണ്ട് വീണ്ടും ഇസ്രായേൽ ജനങ്ങള് അഹറോനെ പിടിച്ചു. അഹറോനോട് പറഞ്ഞു, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശയുണ്ടല്ലോ, അതെന്തോ വട്ടുകേസാണ്, അവരെന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. നീ വേഗം ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അഹ്റോൻ ഒരു പക്ഷേ ഈ ലക്ഷോപലക്ഷം മനുഷ്യര് അഹ്റോന്റെ ചുറ്റും കൂടിയപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുക അഹ്റോൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കഴുത്തിലും കാതിലും കിടക്കുന്ന വളയനും കമ്മലും വളയുമെല്ലാം കൊണ്ടുവരിക എന്നാവശ്യപ്പെട്ടു. ഇതാ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്ന സ്വർണവും പുട്ടും പൊടിയെല്ലാം കൂടെ സ്വരൂപിച്ച് അഹ്റോന്റെ കാൽക്കലേക്ക് കൊണ്ടുവരിക. അഹ്റോനൊരു വലിയ ആഴി കൂട്ടിയിട്ട് ഈ തീയിലേക്ക് ഈ സ്വർണമെല്ലാം കൂടി ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു കാളക്കുട്ടി അതിനകത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടു. തിരുവചനം പറയുകയാണ്, മോശ മലയിൽ നിന്നും ദൈവത്തിന്റെ കൽപ്പനകളുമായി കൽപ്പലകയുമായി താഴേക്ക് തന്റെ സ്വന്തം ജനത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുമ്പോൾ മോശയുടെ ആകെ മോശപ്പനെ പ്രകോപിതനാക്കിക്കൊണ്ട് ഇവര് ഈ കാളക്കുട്ടിയുടെ മുമ്പില് തിന്നു കുടിച്ച് അഴിഞ്ഞാടാൻ തുടങ്ങി. ഇവര് അഴിഞ്ഞാട്ടം തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, മോശ ഈ രംഗം കണ്ടുകൊണ്ട് ദൈവം കൊടുത്ത കൽപ്പലക വലിച്ചെറിഞ്ഞിട്ട് മോശ ഇവരോട് കോപിക്കുക. ദൈവം ഇപ്രകാരം പാപം ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ജനതയുടെ ഇടയിലേക്ക്, മരുഭൂമിയിലേക്ക് ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ അയക്കുവാൻ തുടങ്ങി. പാപം ചെയ്യുന്നവനെ പാമ്പ്, ഈ ഉഗ്രവിഷമുള്ള സർപ്പം തെരഞ്ഞു പിടിച്ച് കൊത്താൻ തുടങ്ങി. അങ്ങനെ പാപം ചെയ്യുന്ന ഓരോ മനുഷ്യനെയും തെരഞ്ഞു പിടിച്ച് കടിച്ച് അവനെ കൊന്നുകൊണ്ടിരിക്കുക. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊറിന്തോസ് 10:8 ഇപ്രകാരം പറയുന്നുണ്ട്, അവരിൽ ചിലർ ചെയ്തതുപോലെ എന്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുതേ. അവരിൽ ചിലർ ചെയ്തതുപോലെ നിങ്ങൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുതേ. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവരെല്ലാവരും പാമ്പ് കടിയേറ്റ് മരിച്ചു. പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 6:12 ഇപ്രകാരം 6:22 ഇപ്രകാരം പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം, പാപത്തിന്റെ വേതനം മരണമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ദയാസമ്പന്നനായ മോശ ഈ പാമ്പ് കടിയേറ്റ് കൂട്ടസംഹാരം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനങ്ങളുടെ കണ്ണീര് കണ്ട് മോശയ്ക്ക് വീണ്ടും സഹതാപം തോന്നുകയാ. മോശ വീണ്ടും ദൈവസന്നിധിയില് മുട്ടിന്മേൽ വീണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദൈവം മോശയോട് വാക്ക് പറയുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മോശയെ നീ വേഗം പോയി പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി എല്ലാ മനുഷ്യർക്കും കാണത്തക്ക വിധത്തില് അതിനെ ഒരു ഉയർന്ന സ്ഥലത്തിൽ ഉയർത്തി നിർത്തുക. ഈ സർപ്പത്തെ നോക്കുന്നവൻ ആര് തന്നെയായാലും, അവനെ ഏത് സർപ്പം ദംശിച്ചാലും, മോശ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മരുഭൂമിയിലെ പിച്ചള സർപ്പത്തിനുണ്ട് നോക്കുന്ന ഏതൊരു വ്യക്തിയും അവന് മരണമുണ്ടാവുകയില്ല. അവന്
ഉഗ്രവിഷത്തിൽ നിന്നും ഉഗ്രസർപ്പത്തിന്റെ ദംശനത്തിൽ നിന്നും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പാമ്പ് തലങ്ങും വിലങ്ങും കടിയാരംഭിച്ചു. ഇസ്രായേൽ മക്കൾ പാപം ചെയ്യുവാൻ തുടങ്ങി. പാപം ചെയ്യുന്ന മറ്റെല്ലാം പാമ്പ് കടിക്കാൻ തുടങ്ങി. വീണ്ടും കടിയാരംഭിച്ചു. എന്നാൽ സർപ്പദംശനമേറ്റ് മരണത്തോട് മല്ലടിക്കുന്നവനെ കിടക്കയോടെ എടുത്തുകൊണ്ടുവന്ന് മോശ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സർപ്പത്തിനോട് നോക്കാൻ അവന്റെ തല ഉയർത്തി അവനെ ആ സർപ്പത്തിനോട് നോക്കുന്ന ഏവനും ആ നിമിഷം തന്നെ മോചിതനാകുക, രക്ഷ പ്രാപിക്കുക. അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടക്കുകയാണ്. അങ്ങനെ മോശ തന്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കാനുള്ള സമയമായപ്പോൾ, മോശ മരിക്കാറായപ്പോൾ ഇസ്രായേൽ സമൂഹത്തെ മുഴുവനും വിളിച്ചുകൂട്ടി മോശ ഒരു വലിയ സത്യം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ഇടയിൽ നിന്നും ഈ കാണുന്നത് പോലെ ഒരു പ്രവാചകനെ ദൈവം ഉയർത്തും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ഇടയിൽ നിന്നും ഇതുപോലെ ഒരു രക്ഷകനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ സമയത്തിന്റെ പൂർണ്ണതയില് യെശയ്യായുടെ പുത്രനായ ദാവീദിൽ എന്റെ മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബേത്ലഹേമില് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇപ്രകാരം പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നുണ്ട്. ഇതാ സകല ജനത്തിനുമുള്ള, ഇതാ ലോകമാസകലമുള്ള സകല ജനത്തിനുമുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്ത് മക്കളെ വിളിച്ചുകൂട്ടി ഇപ്രകാരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യത്തില് ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. ഞാൻ ലോകത്തിൽ നിന്നും, ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 3-ാമത്തെ അധ്യായത്തില് 17-ാമത്തെ വാക്യത്തില് കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്. മക്കളെ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. താൻ കാൽവരിയില് സഹിക്കുവാൻ പോകുന്ന, താൻ അർപ്പിക്കപ്പെടുവാൻ പോകുന്ന തന്റെ രക്തം, തന്റെ കുരിശ്, താൻ സഹിക്കാൻ പോകുന്ന പീഡകള് മുമ്പേ കണ്ടുകൊണ്ട് കർത്താവ് നിക്കോദേമോസിനോട് പറയുകയാണ്. നിക്കോദേമോസേ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ എപ്രകാരം ഉയർത്തിയോ അതുപോലെ തന്നെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ക്രിസ്തുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിയുന്ന ഏത് മാരകമായ ഭാവിയായാലും, എത്രമാത്രം പാപത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങിപ്പോയ വ്യക്തിയായാലും, ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കുന്ന ഏത് പാപിക്കും രക്ഷയുണ്ട്. ക്രിസ്തു കാൽവരിയിൽ സഹിച്ച
പീഡകളുടെ യോഗ്യതകളാല് ക്രിസ്തുവിലേക്ക് തിരിയുന്ന വ്യക്തി, പുരുഷനോ സ്ത്രീയോ, ഈ ലോകത്തില് ഏറ്റവും കൊള്ളരുതാത്തവനാണ് ആയിട്ട് ജീവിക്കുന്നവനായാലും, തടവിൽ കഴിയുന്നവനായാലും, സ്വദേശിയായാലും വിദേശിയായാലും, സമീപസ്ഥനായാലും ദൂരസ്ഥനായാലും, പ്രിയമുള്ള സഹോദര സഹോദരി, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന് നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ പാപങ്ങളുടെ കറ കഴുകിക്കളയുവാനുള്ള ശക്തിയുണ്ട്. ദൈവികമായ ചൈതന്യം അതിൽ അടങ്ങിയിട്ടുണ്ട്. നീ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. വിശുദ്ധ പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 30-ാം തിരുവചനത്തില് ഇപ്രകാരം ശ്ലീഹ പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ആഥൻസിലെ അരയോപ്പഗസിലെ പ്രസംഗത്തില് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: മക്കളെ, നിങ്ങളുടെ അജ്ഞതയുടെ കാലഘട്ടം കർത്താവ് കണക്കിലെടുക്കുകയില്ല. നിങ്ങളുടെ അജ്ഞതയുടെ കാലത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയ അപരാധങ്ങളും പാപങ്ങളും കർത്താവ് കണക്കിലെടുക്കുകയില്ല. എന്നാൽ ഇപ്പോൾ ലോകമാസകലമുള്ള സകല ജനങ്ങളും അനുദപിക്കണമെന്ന് മാത്രമേ അവിടുന്ന് ആജ്ഞാപിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 8-ാമത്തെ അധ്യായത്തില് 1-ാം വാക്യത്തില് പ്രകാരം പറയുന്നുണ്ട്: ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിന്റെ ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും ബന്ധനത്തിൽ നിന്നും ഇതാ ഇപ്പോൾ തന്നെ വിമോചിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, സക്കേവൂസിനോട് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം, സക്കേവൂസിന്റെ ഭവനത്തിൽ വെച്ച് യേശു പ്രഖ്യാപിച്ചു: നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ ലോകത്തിന്റെ തിന്മയുടെ ബന്ധനത്തിൽപ്പെട്ട് പാപത്തിന്റെ ജലിക്കുഴിയിൽപ്പെട്ടുപോയ, രക്ഷ പ്രാപിക്കാൻ അസാധ്യമായ സംഭവങ്ങളുമായി, പാപങ്ങളുമായി, പാപത്തിന്റെ ജളിക്കുഴിയിൽ പൂണ്ടുപോയ ഓരോ വ്യക്തിയെയും തെരഞ്ഞെടുത്ത് അവനെ തെരഞ്ഞു പിടിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് കർത്താവ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് ഇപ്രകാരം കർത്താവ് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്: ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കേണ്ടതിനാണ്. ഒരു പാപിയുടെയും പാപങ്ങളുടെ കണക്കെഴുതി വെച്ചുകൊണ്ട് അവന്റെ പാപത്തിന്റെ ഗൗരവം അനുസരിച്ച് അവനെ ശിക്ഷിക്കാനല്ല പിതാവായ ദൈവയേശുവിനെ സ്വർഗത്തിൽ നിന്നും അയച്ചത് എന്ന് യേശു വളരെ വ്യക്തമായി മക്കളോട് പ്രഖ്യാപിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ വിടുതലിന്റെ, വലിയ സ്നേഹത്തിന്റെ, വലിയ സാന്ത്വനത്തിന്റെ സന്ദേശവും തന്നുകൊണ്ട് കാൽവരിയിലെ നാഥൻ ഓരോ മക്കളെയും തന്നിലേക്ക് വിളിക്കുകയാണ്. എല്ലാ മുഖങ്ങളും എല്ലാ കണ്ണുകളും ഇന്നേ പ്രാർത്ഥനയുടെ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമാസകലമുള്ള സകല മക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലേക്ക് ഒന്ന് നോക്കുക. ഒരു നിമിഷം നോക്കുക, ആ മുഖത്തേക്ക് നോക്കുക. യേശു പറഞ്ഞില്ലേ, മോശ മരുഭൂമിയെ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അവനിലേക്ക് നോക്കുന്നവൻ പ്രകാശിതരാകുമെന്ന്. അവനിലേക്ക് നോക്കുന്ന ഏവനും പ്രകാശിതരാകുകയാണ്. മോശ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്നും ഇസ്രായേൽ മക്കളെ, ഈ സർപ്പത്തെ പോലെ ഒരു പ്രവാചകനെ ദൈവം ഉയർത്തും. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തൃക്കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട്, നാഥാ, നിന്റെ ആത്മാവിനെ തന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ.
ശത്രുതയുടെ മതിലുകൾ തകർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് വലത് കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ